നമസ്തേ, എല്ലാവർക്കും ഭാരത ദർശനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഷിർദി സായിബാബയുടെ ഒരു ഭക്തൻ്റെ കഥ പറയാമെന്ന് കരുതുകയാണ്. ഈ ഒരു കഥ ഇതൊരു കഥയല്ല, സംഭവമാണ്. ഈ ഒരു സംഭവം ഞാൻ വായിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് എനിക്ക് അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഏതാണ്ട് അതേ സന്ദേശം നൽകുന്ന ഒരു സംഭവം കൂടി നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈ രണ്ട് സംഭവം കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷിർദി സായിബാബയുടെ ഈ ഒരു ഡിവോട്ടിയുടെ പേര് DV സംഭാരെ. അദ്ദേഹം കൊളംബോ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബീഡി വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ബീഡി സിഗരറ്റൊക്കെ വലിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ മോഹൻജിയുമായിട്ടുള്ള എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതിൽ മോഹൻജിയോട് ചോദിച്ചിരുന്നു, ഒരു ഗുരുവിനെ ശിഷ്യൻ അനുകരിക്കരുത് എന്ന് പറയാറുണ്ട്. സാധാരണ ഗുരുവിൻ്റെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെ നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മോഹൻജി പറഞ്ഞത് ഇതേ ഒരു ഉദാഹരണമാണ്. അതായത് ഷിർദി സായിബാബ പുക വലിക്കുമായിരുന്നു, ചില്ലിം വലിക്കുമായിരുന്നു. ഇതൊക്കെ പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു ചില്ലിം. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ഭക്തൻ, ശരി ബാബ ഇത്രയും വലിയൊരു മാസ്റ്റർ വലിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് വലിക്കാമെന്ന് കരുതി അതിനെ അനുകരിക്കുകയാണെങ്കിൽ ആ ഒരാൾ സ്മോക്ക് എന്താ പറയുക, ഒരു അഡിക്ഷന്, പുകവലിക്ക് അഡിക്റ്റായി പോവുകയോ ചെയ്യുള്ളൂ. അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കുകയോ ചെയ്യുള്ളൂ. ഗുരു ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ആ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കത് അനുകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ അവബോധതലം മനസ്സിലാവാതെ നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അനുകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് ഇതിൽ. ഇദ്ദേഹം, അതായത് സംഭാരെ, അദ്ദേഹത്തിന് ഈ ബാബ അവിടെ ഇരുന്നിട്ട് ചില്ലിയും വലിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം സ്വതവേ ഒരു സിഗരറ്റ് വലിക്കാരനായതുകൊണ്ട് ബാബയുടെ ആ ചില്ലിമിൽ നിന്ന് രണ്ട് പുക എടുക്കാനായിട്ട് ആഗ്രഹം തോന്നി. ബാബ പലർക്കും അത് കൊടുക്കുന്നുണ്ട്, വലിക്കാൻ കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉദിച്ചപ്പോൾ തന്നെ ബാബ അയാളോട് പറഞ്ഞു, കുട്ടി, നീ എന്താണ് ദൂരെ ഇരിക്കുന്നത്, നീ എൻ്റെ അടുത്തേക്ക് വരൂ, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ബാബ അയാൾക്ക് ആ ചില്ലിം വലിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും, ഒരു മാസ്റ്റർ ഈ ചില്ലിം വലിക്കാനായിട്ട് കൊടുത്ത് അവരെ എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുശീലത്തിൽ നിന്ന്. പക്ഷേ ബാബ ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വേറെയാണ്. അതായത് ആ ഉള്ളിലുള്ള ഡിസയറിനെ അവസാനിപ്പിച്ചിട്ട് ഫുൾഫിൽമെൻറ്റ് നടത്തിയിട്ട് അതില്ലാതാക്കുകയാണ് ബാബ ഇങ്ങനെയുള്ള ചില്ലിം വലിക്കാനൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. അതോടുകൂടി ആ ഭക്തർക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് വരികയാണ്, പിന്നെ ആ ഒരു ആഗ്രഹം ഇല്ലാതാവുകയും ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ സംഭാരയ്ക്ക് ഇതിനേക്കാളും വലിയൊരു ദുശീലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. അപ്പോൾ ഈ സിഗരറ്റ് വലിയിലൂടെ അദ്ദേഹത്തിന് ആ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടിയാലും മദ്യപിക്കുന്ന ഒരു സ്വഭാവം അയാൾക്ക് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. 1917 ഫെബ്രുവരി 1 ബാബ ഇദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം നൽകുകയാണ്. ആ സ്വപ്നത്തിൽ ബാബ അയാളുടെ നെഞ്ചിൽ കയറി ഇരുന്നിട്ട് പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത് എൻ്റെ കുട്ടി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ അവിടെ വെച്ചിട്ട് വാഗ്ദാനം മേടിക്കുകയാണ്, ഇനി മേലാൽ മദ്യപിക്കില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ ഉറക്കത്തിൽ തന്നെ ബാബയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, ഇതോടുകൂടി ഞാൻ മദ്യപാനം നിർത്തുകയെന്ന്. അപ്പോൾ ബാബയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്വപ്നങ്ങളെല്ലാം സത്യമാണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സ്വപ്നദർശനമായിരുന്നു ഇത്. അപ്പോൾ സംഭാരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ മദ്യം തൊടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാക്ക് കൊടുത്തെങ്കിലും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ബാബ അദ്ദേഹത്തിനെ ഒരു വലിയ പരീക്ഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. ഫെബ്രുവരി 1 സംഭവിച്ചത്. ഫെബ്രുവരി 15 ഇദ്ദേഹം ഒരു പാർട്ടിയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മാനേജറുടെ മക്കൾ എന്തോ പഠിക്കാനൊക്കെ ആയിട്ട് ദൂരേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഇദ്ദേഹം ഒരു സെൻഡ് ഓഫ് പാർട്ടി നടത്തി, മാനേജർ. ആ പാർട്ടിയിൽ വെച്ച് ഈ സംഭാരയുടെ മാനേജർ അദ്ദേഹത്തിന് വിസ്കിയും സോഡയും കുടിക്കുവാനായിട്ട് കൊടുത്തു, എന്നിട്ട് കുടിക്കാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ഈ ബാബയുടെ കാര്യമൊന്നും ഇങ്ങനത്തെ ഒരു പാർട്ടിയിൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് മദ്യപിക്കാൻ സാധിക്കില്ല, എനിക്ക് അസുഖമുണ്ട്, ഡോക്ടർ അതുകൊണ്ട് മദ്യപിക്കരുത് എന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ മാനേജർ അതൊന്നും കൂട്ടാക്കിയില്ല. ഈ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ബാബയെ മനസ്സിലോർത്തു. ആ അവസരത്തിൽ തന്നെ അവിടെ ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കപ്പെട്ടു, കറണ്ട് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഇരുട്ടത്ത് ഇദ്ദേഹത്തിൻ്റെ ഗ്ലാസ് അടുത്തിരുന്ന മിസ്ത്രി എന്നൊരാൾ എടുത്ത് ആ മദ്യം മുഴുവൻ കുടിച്ചു.
അപ്പോൾ പിന്നീട് ഉടനെ തന്നെ വിളക്കുകളെല്ലാം തെളിഞ്ഞു, ഇലക്ട്രിസിറ്റി വന്നു. അങ്ങനെ ആ മാനേജർ വന്നപ്പോൾ കണ്ടത് സംഭാര്യയുടെ ഗ്ലാസ് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പം തൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇയാൾ കുടിച്ചു എന്ന് തന്നെ മാനേജർ വിചാരിച്ചു. അങ്ങനെ ആ ഒരു പരീക്ഷണത്തിലെ വിജയിക്കുവാനും ബാബ തന്നെ ഇദ്ദേഹത്തെ സഹായിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അദ്ദേഹം ശ്രുതിയിൽ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു അഭിമാനം തോന്നി. ഓ, തനിക്ക് വലിയൊരു വിൽ പവർ ഉണ്ടല്ലോ, താൻ കുടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുടിച്ചില്ല, പുക വലിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പുക വലിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ശ്രുതിയിൽ വന്നപ്പോൾ എല്ലാവരോടും ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങി. ബാബയുടെ ദക്ഷിണയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ബാബ ദക്ഷിണ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ചിലർ ബാബയെ വിമർശിക്കുമായിരുന്നു. എന്താ പറയുക, ഒരു അവധൂതനായിട്ട്, അതായത് ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു സന്യാസി സാധുവിന് ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ ഫക്കീറിന് പണം എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ബാബയ്ക്ക് കിട്ടുന്ന പണമെല്ലാം തൻ്റെ ഭക്തർക്ക് തന്നെ കൊടുത്തു തീർക്കാറാണ് പതിവ്. ബാബ പണം വാങ്ങിയിരുന്നത് കർമ്മബന്ധനത്തിൽ നിന്ന് വിമുക്തരാക്കാനാണ് എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. അപ്പോൾ ഈ സംഭാര്യയെ കണ്ടപ്പോൾ ബാബ ദക്ഷിണ ചോദിച്ചില്ല. അപ്പോൾ സംഭാര്യയ്ക്ക് സന്തോഷമായി. കാരണം താൻ ദക്ഷിണയായിട്ട് തൻ്റെ ദുശീലങ്ങളാണല്ലോ ബാബയ്ക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ബാബ തന്നോട് ദക്ഷിണ ചോദിക്കാത്തതെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വെളിയിലിറങ്ങി കൂട്ടുകാരോട് പൊങ്ങച്ചം പറഞ്ഞു, കണ്ടോ ബാബ എന്നോട് ദക്ഷിണയൊന്നും മേടിച്ചില്ല, എൻ്റെ ദുശീലങ്ങളാണ് ദക്ഷിണയായിട്ട് കൊടുത്തതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾക്ക് അപ്പോൾ അയാളുടെ മനസ്സിൽ ബാബ ദക്ഷിണ കൊടുക്കാനായിട്ടൊരു മടിയുണ്ടായിരുന്നു. ആ പണത്തിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വിടാതെ അത് കൊടുക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഒരു കയ്യിലൊരു 18 രൂപ ഉണ്ടായിരുന്നു. അത് സംഭാര്യയുടെ കയ്യിൽ കൊടുത്തു. കാരണം സംഭാര്യ ഇങ്ങനെ പറയുവാണല്ലോ, എന്നോട് പണമൊന്നും ചോദിച്ചില്ല എന്ന്. അപ്പോൾ സംഭാര്യയോട് ചോദിക്കില്ലല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. ബാബയോട് കള്ളം പറഞ്ഞൊന്നും ആയില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനൊക്കെ നടന്ന് അത് സംഭാര്യ അത് മേടിച്ച് പോക്കറ്റിൽ വെച്ചു. പിന്നീട് ബാബ രണ്ടുപേരെയും ദർബാറിലേക്ക് വന്നപ്പോൾ വിളിപ്പിച്ചു. ബാബ ഉടനെ തന്നെ ഈ സംഭാര്യയോട് 2 രൂപ ദക്ഷിണയായിട്ട് ചോദിച്ചു. കാരണം എൻ്റെ ഇത് ദക്ഷിണ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അയാൾ വേഗം 2 രൂപ കൊടുത്തു. ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് ബാബ 2 രൂപ ദക്ഷിണ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സംഭാര്യയോട് മേടിച്ച് തരുമെന്ന്. അതായത് അയാൾക്കപ്പോൾ മനസ്സിലായി, താൻ ഈ പണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ബാബയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് ബാബയ്ക്ക് മനസ്സിലായി എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ബാബ കൊടുത്തത്. അങ്ങനെ 2 പേർക്കും ദക്ഷിണ കൊടുക്കേണ്ടി വന്നു. ഈ സംഭാര്യയുടെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേഖനത്തിൽ വിവരിക്കുന്നത്, അയാൾക്ക് വലിയൊരു ഫാമിലി ഉണ്ടായിരുന്നു. 4 പെൺമക്കളും ഒരു മകനും അടങ്ങുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. 55 വയസ്സിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യണം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ തുക മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു കുടുംബത്തെ പോറ്റാനായിട്ട് ആ ഒരു തുക തികയില്ലായിരുന്നു. അയാൾക്കതിലൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ബാബ സമാധിയായി കഴിഞ്ഞിരുന്നു. ബാബ സമാധിയാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹവും ഫാമിലിയും കൂടെ ബാബയെ കാണാൻ പോയിരുന്നു. തിരിച്ചു പോകുമ്പോൾ ബാബ ഒരു സൂചന പോലെ പറഞ്ഞിരുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പോകാനാണല്ലോ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റോടു കൂടിയാണ് അവരെ യാത്രയാക്കിയത്. അധികം കഴിയുന്നതിന് മുമ്പ് ബാബയുടെ മഹാസമാധി വന്നപ്പോഴാണ് അവർക്ക് ബാബയ്ക്ക് ഇവർ പോകുവാനായിട്ട് അനുമതി ചോദിച്ചപ്പോൾ അത് കൊടുക്കുവാൻ എന്തുകൊണ്ടാണ് മടി ബാബ കാണിച്ചത് എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയം വരുന്നത്. അപ്പോൾ അയാൾക്ക് നല്ല ഉത്കണ്ഠയുണ്ടായിരുന്നു, റിട്ടയർമെൻറ്റിന് ശേഷം താൻ തൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്നുള്ളത്. വീണ്ടും ഒരു സ്വപ്ന ദർശനമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വലിയ ബിഗ് ബോസ് വന്നിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് ബാബയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് എന്ന് പറയുകയാണ്. കാരണം പിന്നീട് അയാളോട് റിട്ടയർ ചെയ്യാനായിട്ട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. 55 വയസ്സായ അന്നൊക്കെ റിട്ടയർ ചെയ്യണം. പക്ഷേ ഈ ഒരു സ്വപ്നം അയാൾക്ക് കിട്ടിയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ റിട്ടയർ ആയത്. അപ്പോൾ ഈ ഒരു ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഗുരുവിനോട് എപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഗുരു എന്ന് പറയുന്നത് അന്തർയാമിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം തന്നെയാണ്, ആത്മസ്വരൂപമാണ് ഗുരു എന്നുള്ളത് നമ്മുടെ ഗുരു മോഹൻജിയും പറഞ്ഞിട്ടുണ്ട്. ബാബയുടെ ചരിത്രത്തിലും പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള അന്തരാത്മാവാണ് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ബാബയോട് അല്ലെങ്കിൽ മോഹൻജിയോടൊക്കെ ഇങ്ങനെ എന്താ പറയുക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ് എന്നറിഞ്ഞാൽ അത് നമ്മൾക്ക് നല്ലതാണെങ്കിൽ, പലപ്പോഴും നമുക്ക് നല്ലത് എന്ന് കരുതുന്നത് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായേക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അത് ഗുരുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ്
നമുക്ക് മിക്കവാറും നല്ലതായിട്ട് വരിക. ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഗുരുവിന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളത് ഗുരുവിന് അറിയില്ല എന്നുള്ള മട്ടിലാണ് സാധാരണ മനുഷ്യർ ചിന്തിക്കാറ്. ഗുരുവിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നാലേ ഗുരുക്കന്മാർ തരൂ എന്നുള്ള തെറ്റിദ്ധാരണ, വളരെ തെറ്റായ ഒരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനെപ്പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ ഒരു ചേച്ചി, ശൈലജ ചേച്ചി എന്നെ വിളിക്കുകയും, ഇന്നലെയാണ് ചേച്ചി എന്നെ വിളിച്ചത്, ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു രാത്രി. അപ്പോൾ ചേച്ചി എന്നോട് പറയുകയായിരുന്നു, ശൈലജ ചേച്ചിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശൈലജ ചേച്ചി സ്ഥിരമായിട്ട് അന്നദാനം നടത്തുന്ന ഒരാളാണ്, തിരുവണ്ണാമലയിലേക്ക് അന്നദാനം നടത്തുന്ന ഒരാളാണ് എല്ലാ മാസവും. അപ്പോൾ ചേച്ചിക്ക് മകനെ കുറിച്ച് ഓർത്ത് വളരെയധികം ഉത്കണ്ഠയുണ്ടായിരുന്നു, വളരെ ദുഃഖമുണ്ട്. അങ്ങനെ ദുഃഖം ഉണ്ടാവാനായിട്ട് തക്കതായ കാരണവുമുണ്ട്. അപ്പോൾ അത് പേഴ്സണലായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ദുഃഖിക്കാനായിട്ടുള്ള കാരണങ്ങൾ ശൈലജ ചേച്ചിക്കുണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ശൈലജ ചേച്ചിക്ക് വളരെയധികം ദുഃഖം തോന്നി. മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വന്നില്ല, കുറേ കരയുകയും ചെയ്തു. ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു വേവലാതിയും വിങ്ങലും ഒക്കെ കുറ്റബോധവും ഒക്കെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു ശൈലജ ചേച്ചി. അത് അമ്മമാരെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ്. മകൻ്റെ ദുഃഖത്തിന് ശൈലജ ചേച്ചി ഉത്തരവാദിയൊന്നും അല്ല. അത് ശൈലജ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശൈലജ ചേച്ചിക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്കൊക്കെ മനസ്സ് ചഞ്ചലപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അവർ വളരെയധികം വിഷമിച്ച് കിടക്കുമ്പോൾ ശൈലജ ചേച്ചിയുടെ മുറിയിലേക്ക് പെട്ടെന്ന് മോഹൻജി കടന്നു വരുന്നത് ശൈലജ ചേച്ചി കണ്ടു. അതായത് ആ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് പൊതിച്ചിട്ടുണ്ടായിരുന്നു. ശൈലജ ചേച്ചി പറയുന്നത് സ്വപ്നമല്ല, കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ 1 മിനിറ്റ് മോഹൻജിയെ റൂമിൽ കണ്ടതിന് ശേഷം ശൈലജ ചേച്ചിക്ക് പെട്ടെന്നൊരു ശാന്തത അനുഭവപ്പെട്ടു. ആ വിഷമവും സങ്കടവും എല്ലാം ഇല്ലാതെയായി. കാരണം ഗുരു കൂടെയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക, ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവമാണിത്. കാരണം ഞാൻ കൂടെ ഉണ്ട് എന്ന് ഗുരു പറയുമ്പോൾ പലരും അത് മുഖവിലേക്ക് എടുക്കാറില്ല എന്ന് പലരും അയക്കുന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം മോഹൻജിയോട് എൻ്റെ കാര്യം പറയാമോ, മോഹൻജിയെ ഒന്ന് കാണാൻ സാധിക്കുമോ, മോഹൻജിയുടെ ഫോൺ നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ അർജൻറ്റായിട്ട് പലരും, ഒരാളല്ല ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ എനിക്ക് തരാൻ സാധ്യമല്ല. മോഹൻജി നാട്ടിൽ വരുമ്പോൾ ഞാൻ അറിയിക്കാം. നിങ്ങളുടെ കാര്യം എന്താണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പൂജാമുറിയിൽ ഗുരുവിനോടും ബാബയോടും ഒക്കെ. അതവർ കേൾക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അത് വിശ്വാസം വരാറില്ല. എന്താ പറയുക, ഒരു ഇൻസ്റ്റൻറ്റ് റെമഡിയാണ് പലർക്കും വേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ശൈലജ ചേച്ചിയുടെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ എലിജിബിലിറ്റി റേസ് ചെയ്യാൻ നമ്മൾ നോക്കുക. ഗുരു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ എലിജിബിലിറ്റി റേസ് ചെയ്യാനായിട്ട്, ഗുരുവിലേക്ക് എത്താൻ, ഗുരുവിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ. അപ്പോൾ ഗുരുവിനെ ഫിസിക്കലായിട്ട് കാണണം, ഗുരുവിനോട് നമ്മുടെ പ്രാരാബ്ധങ്ങൾ പറയണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ എലിജിബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഗുരു നമ്മെ തേടി വരും. അതാണിപ്പോൾ ശൈലജ ചേച്ചിയുടെ കാര്യത്തിൽ അനുഭവം. ഇങ്ങനത്തെ പല അനുഭവങ്ങളും മുമ്പ് ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുവിനെ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുള്ളവരുണ്ട്. പല അനുഭവങ്ങളും അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പല അനുഭവങ്ങളും. ശബരിമലയിൽ തന്നെ മോഹൻജിയെ കണ്ട അനുഭവങ്ങൾ, മോഹൻജിയുടെ ഫോളോവേഴ്സിന് പലർക്കും, ഇരുപേട്ടീസിന് അങ്ങനെ പലർക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ശൈലജ ചേച്ചിയും ഷെയർ ചെയ്തത്. അപ്പോൾ ഈ 2 സംഭവങ്ങളും കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണ്, നമുക്ക് എന്താണ് നല്ലത്. നമുക്ക് തീവ്രമായ ദുഃഖമെല്ലാം വരുമ്പോൾ ഗുരു കൂടെയുണ്ട് എന്നുള്ളത്, നമ്മുടെ ദുഃഖം ജെനുവിനാണെങ്കിൽ ഗുരു കൂടെ ഉണ്ടാവും. നമ്മൾ ഊതിപ്പെരുപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങളെ പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഗുരുവിനെല്ലാം അറിയാം. അന്തര്യാമിയാണ് ഗുരു, നമ്മുടെ അന്തരാത്മാവ് തന്നെയാണ് ഗുരു എന്ന് എപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്ന്. അപ്പോൾ പുറത്തേക്ക് എപ്പോഴും നോക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അകത്തേക്ക് നോക്കാനായിട്ട് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നത് പലപ്പോഴും. അപ്പോൾ ഈ 2 അനുഭവങ്ങളും കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മോഹൻജിക്കാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. കാരണം മോഹൻജി എവിടെയാണെന്ന് പോലും പലപ്പോഴും എനിക്ക് അറിയാറില്ല. ഇവർ ചോദിക്കുമ്പോൾ എവിടെയായിരിക്കും ഞാൻ മനഃപൂർവ്വം പറയാത്തത്. എനിക്ക് കൊടുക്കുവാൻ അനുവാദവും ഇല്ല നമ്പർ. വീണ്ടും പറയുകയാണ്, ആർക്കും നമ്പർ ഷെയർ ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. മോഹൻജി എവിടെയാണെന്ന് പോലും പലപ്പോഴും ഞാൻ അന്വേഷിക്കാറില്ല. കാരണം വൺസ് ഗുരുവിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഗുരു എവിടെയാണെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, ആ എലിജിബിലിറ്റി കൂട്ടുക. അതിപ്പോൾ അന്നദാനം നടത്തണമെന്നൊന്നുമില്ല. എല്ലാ മാസവും ഇതുപോലെ ശൈലജ ചേച്ചി നടത്തുന്ന പോലെ ഒരു ദിവസം അന്നദാനം നടത്താൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. വേറെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലൊന്നു മാത്രമാണ് അന്നദാനം. പക്ഷെ അന്നദാനം വളരെ ചെറിയ തുകയാണെങ്കിലും അന്നദാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് പല സംഭവങ്ങളും തെളിയുന്നുണ്ട്. കാരണം നമ്മുടെ കർമ്മ കുറേ ഇല്ലാതാവുന്നു. വിശക്കുന്നവർക്ക്, അത് ഇപ്പോൾ മനുഷ്യർ മാത്രമല്ല,
പക്ഷി മൃഗാദികളാണെങ്കിലും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യമില്ല. വിശക്കുന്നവർക്ക് അന്നമാണ് ദൈവം എന്ന് പറയും. അപ്പോൾ അന്നദാനത്തിൽ ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആസ് എ ഗ്രൂപ്പ് എനിക്കതിൽ നമ്മുടെ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ സഹോദരിമാരോട് ഒരുപാട് നന്ദിയുണ്ട്. അവർക്കതിനുള്ള ഗ്രേസും ഭഗവാന്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം ലഭിക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.